പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നാലും ചിരിയും പെടുമാറാകട്ടെ. ആമേൻ. അത് വലിയൊരു ചോദ്യമാണ്. എന്തിനാണ് ഇക്കണായ മനുഷ്യരെ മുഴുവൻ ദൈവം വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കൊന്നത്? ഈ കാണുന്ന പച്ചപ്പ് മുഴുവൻ നശിപ്പിച്ച, ഈ കാണുന്ന നിർമ്മിതികൾ മുഴുവൻ ഇല്ലായ്മ ചെയ്ത, മൂക്കിൽ ജീവശ്വാസമുള്ള സകലതിനെയും വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കൊന്ന് എന്തിനായിരുന്നു അത്? അദ്ദേഹത്തെ എങ്ങനെ ഒരു സ്നേഹവാനായ ദൈവമെന്ന് വിളിക്കാനാകും? യേശു പറയുന്നു ദൈവം സ്നേഹവാനാണെന്ന്. അപ്പൊ ഈ ദൈവമല്ലേ യേശു പരിചയപ്പെടുത്തുന്ന ദൈവം? ഇവിടെ നമ്മൾ ആദ്യം അറിയേണ്ടത് ദൈവത്തിന്റെ പ്രതിസന്ധിയാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. പക്ഷെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഭൂമിയിൽ അരുതാത്ത പലതും സംഭവിക്കുന്നു, ദുഷ്ടത പെരുകി 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 വരുന്നു. ഒരു സമൂഹത്തില് ദുഷ്ടത പെരുകിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അധികം വൈകാതെ പരസ്പരം കലഹിച്ച്, തമ്മിൽ തല്ലി, ക്രൂരതകൾ ചെയ്ത്, യുദ്ധം ചെയ്ത് പരസ്പരം വെട്ടിമരിക്കും. അതിന് വേറെ അവസാനമൊന്നും സങ്കല്പിക്കേണ്ട കാര്യമില്ല. ശത്രുതയുടെ ആരംഭം സർവനാശത്തിലായിരിക്കും. ക്രൂരതയുടെ, ദുഷ്ടതയുടെ, തിന്മയുടെ, പാപത്തിന്റെ അവസാനം സമൂലനാശത്തിലായിരിക്കും. അത് പൗലോസ്ലീഹായും പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. സമൂഹം മുഴുവൻ പാപം ചെയ്താൽ സമൂഹം മുഴുവൻ മരിക്കുക എന്നുള്ളത് മാത്രമാണ് കർണീയം. ഇവിടെ ദൈവത്തിന് മുമ്പിൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ. അന്ന് നീതിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, നോഹ. ഒന്നിൽ നോഹയെയും കുടുംബത്തെയും രക്ഷിച്ച് ബാക്കി മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കുക, അതിനുശേഷം പുതിയ സൃഷ്ടി തുടങ്ങുക. ഇല്ലെങ്കിൽ ഇടപെടാതിരിക്കുക, നോഹയും പിന്നെ തലമുറക്കാരും ദുഷ്ടതയുടെ കൂടെ ചേരുക. അങ്ങനെ മനുഷ്യൻ മുഴുവൻ ദുഷ്ടന്മാരായി തീർന്ന് ആത്യന്തികമായി യുദ്ധത്തിലോ കൊലപാതകത്തിലോ കലഹത്തിലോ സകലതും നശിച്ച് അവസാനിക്കുവാനുള്ള വരുത്തുക. എങ്ങനെയാണ് ആ സ്നേഹവാനായ ദൈവത്തിന് തൻ്റെ സൃഷ്ടി മുഴുവനും നശിച്ചു പോകുവാൻ അനുവദിച്ചു കൊടുക്കാൻ പറ്റുക? ഒന്നുകിൽ ദൈവം ഇടപെട്ട ആ ദുഷ്ടത ഏറിയ സമൂഹത്തെ നശിപ്പിച്ച് നോഹയെ രക്ഷിച്ച് പുതിയൊന്ന് തുടങ്ങണം, അല്ലെങ്കിൽ എല്ലാം നശിക്കട്ടെ നിൽക്കണം. ദൈവം സ്നേഹത്തിന്റെ വഴി തന്നെയാണ് തിരഞ്ഞെടുത്തത്. സർവ്വതും നശിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം നോഹയെ വിളിച്ചു, പെട്ടെന്ന് നമിക്കാൻ കൽപ്പന കൊടുത്തു. നോഹ ജനങ്ങളോട് ആവോളം സംസാരിച്ചു, മാനസാന്തരം പ്രസംഗിച്ചു. ആരും മാനസാന്തരപ്പെട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശ്രമം അവിടെ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. നോഹ പ്രവർത്തിച്ചു, നോഹ ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിന്റെ കൃപയ്ക്ക് നോഹയ്ക്ക് ലഭിച്ചു, നോഹ രക്ഷപ്പെട്ടു. അതിൽ നിന്ന് മനുഷ്യവംശവും. ഉറപ്പാണ്, പ്രളയം പോലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.